ഹലോ, ഞാൻ അക്ഷയ് രാജ്പി. ഞാൻ ഇക്കഴിഞ്ഞ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 641 റാങ്ക് കരസ്ഥമാക്കി. ഇതെൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. ഞാൻ ലീഡിലെ ആന്ത്രപ്പോളജി കോഴ്സിൽ കഴിഞ്ഞ മെയ് ബാച്ചിലാണ് ജോയിൻ ചെയ്തത്, ഷിർഫ സാറിൻ്റെ ഗൈഡൻസിൽ. അപ്പോൾ സാറിൻ്റെ ഒരു ഗൈഡൻസിലും മെൻറ്റർഷിപ്പിലുമാണ് എനിക്ക് ആക്ച്വലി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആന്ത്രപ്പോളജി നന്നായി എഴുതാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സാറ് PYQ വെച്ചിട്ട് അല്ലെങ്കിൽ PYQ ബേസ് ചെയ്ത് സാറ് ഈവൻ ആക്ച്വലി സാറിന് ക്വസ്റ്റ്യൻ ഒത്തിരി പ്രിഡിക്റ്റ് ചെയ്യുക പോലും ചെയ്യുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മെയിൻസിൽ വന്ന ചില ക്വസ്റ്റ്യൻസ് സാറ് എനിക്ക് ഓർമ്മയുണ്ട്, ക്ലാസ്സിലിപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഇത് അടുത്ത തവണ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ഇതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ആ കഴിഞ്ഞ 2023 പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ സാർ പറഞ്ഞ അതേ ഒരു ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നു. അപ്പോൾ സാറിന് ആ പ്രിഡിക്റ്റബിലിറ്റി എന്നുള്ള ഫാക്ടർ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി തോന്നി. അപ്പോൾ ആ സാറ് പ്രയോറിറ്റൈസ് ചെയ്ത ഏരിയാസിൽ ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുത്തു, അത് കൂടുതൽ സ്ട്രെസ് ചെയ്തു, മൾട്ടിപ്പിൾ ടൈംസ് ക്വസ്റ്റ്യൻസ് എഴുതി നോക്കി, പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ അതൊത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൺസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നു, ഒരുപാട് ഇൻപുട്സ് തന്നു. ഇപ്പോൾ ഇൻ്റർവ്യൂ സമയത്താണെങ്കിലും സാറ് പല പല സെഷൻസ് ഞാൻ സാറിനോട് ആവശ്യപ്പെടാതെ തന്നെ സാറ് എനിക്ക് ഒത്തിരി സെഷൻസ് എടുത്ത് തന്നിട്ടുണ്ട്. അതും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ആന്ത്രപ്പോളജി പോലുള്ള ഓപ്ഷനിലും മെഡിക്കൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടും ആയതുകൊണ്ട് ഒരു അത്തരം ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. അപ്പോൾ സാർ മാക്സിമം ഡാഫിലുള്ള ക്വസ്റ്റ്യൻസും ആന്ത്രപ്പോളജി ബേസ് ചെയ്ത കറണ്ട് അഫയേഴ്സിനും മാക്സിമം ഗൈഡൻസ് തന്നു. അപ്പോൾ ആ സെഷൻസും എനിക്ക് ഇൻ്റർവ്യൂവിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതിലും ശിൽപ സാറിനോടും അക്കാഡമിയോടും എനിക്ക് ഒരുപാട് താങ്ക്സ് അല്ലെങ്കിൽ നന്ദി പറയാനുണ്ട്. ലീഡ് IAS, #1 IAS Academy in Kerala.